ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ക്യാരറ്റ് കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് എഗ്ലെസ് ക്യാരറ്റ് കേക്കാണ്. നല്ല ടേസ്റ്റിയാണ്, നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ഇതിനു വേണ്ടി ആദ്യമായി ഞാൻ 1 കപ്പ് പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്യുവാണ്. പഞ്ചസാര അലിഞ്ഞ് ഇങ്ങനെ ഒരു ഗോൾഡൻ കളറായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് 1/4 കപ്പും പിന്നെ ഒരു 2 ടേബിൾ സ്പൂണും വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. വെള്ളം പുറത്തേക്ക് തെറിക്കാതിരിക്കാൻ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ശേഷം ഇതൊന്ന് ആറാൻ വെക്കാം. ഇനി ഞാൻ 2 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചതാണിത്. ഇത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് ഇതിൻ്റെ ജ്യൂസ് ഒന്ന് മാറ്റാം. കേക്കിൻ്റെ ബാറ്റർ റെഡിയാക്കുന്ന സമയത്ത് ഈ ജ്യൂസ് നമുക്ക് യൂസ് ചെയ്യാം. ഇനി കേക്കിൻ്റെ ബാറ്റർ ഉണ്ടാക്കാൻ തുടങ്ങാം. ഇതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് മൈദ, 1/4 ടീസ്പൂൺ കറുവപ്പട്ട പൊടിച്ചത്, 1/4 ടീസ്പൂൺ ജാതിക്ക കുരു പൊടിച്ചത്, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഇത്രയും ഒരു അരിപ്പയിലിട്ട് 2 തവണ ഒന്ന് അരിച്ചെടുക്കാം. കേക്കിലേക്ക് ഇടാൻ ഞാൻ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരിച്ച് വെച്ചിരിക്കുന്ന കുറച്ച് മിക്സ് എടുത്ത് ഇതിലേക്ക് ഒന്നിട്ട് ഇളക്കി കൊടുക്കുകയാണ്. ശേഷം ഒരു ബൗളിലേക്ക് കാരമലൈസ്ഡ് ഷുഗർ, അതിലേക്ക് 1/4 കപ്പ് തൈര് ഇവ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഇനി 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്തൊന്ന് മിക്സ് ചെയ്യാം. ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മൈദയിൽ പകുതി ആദ്യം ഇട്ട് കൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ബാക്കി പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇതിപ്പോൾ ഇച്ചിരി തിക്കായിട്ടാണ് വന്നിരിക്കുന്ന ഈ ബാറ്റർ. അതുകൊണ്ട് ഞാൻ മാറ്റി വെച്ചിരിക്കുന്ന ക്യാരറ്റ് ജ്യൂസിൽ ഒരു 3-4 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ടൂട്ടി ഫ്രൂട്ടിയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ബാറ്റർ റെഡിയായി കഴിഞ്ഞു. ഇതുപോലെയാണ് കൺസിസ്റ്റൻസി. ഇനി കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് ഒരു ചരുവ അടുപ്പിൽ വെച്ച് ചൂടാക്കാം. അതിലേക്ക് ഞാൻ ഇതുപോലൊരു ഇഡലിത്തട്ടാണ് വെക്കുന്നത്. ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇനി കേക്ക് ടിൻ റെഡിയാക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്ത് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശേഷം ഇതിനകത്തേക്ക് കുറച്ച് മൈദ ഇട്ട് കൊടുത്ത് അത് കേക്ക് ടിന്നിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒന്നാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ഇത് എല്ലാ വശത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ചൂടായ പാത്രത്തിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. പാത്രം മൂടി വെച്ച ശേഷം ആദ്യത്തെ ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലാണ് ഞാൻ വെച്ചേക്കുന്നത്. ശേഷം ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഒരു 50 മിനിറ്റ് ആയിട്ടുണ്ട് വെച്ചിട്ട്. തുറന്ന് നോക്കുവാണ്. എല്ലായിടവും വെന്തിട്ടുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മുടെ കേക്ക് ബേക്കായി കിട്ടിയിട്ടുണ്ട്. ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട് ഇത്. ഇപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് നന്നായിട്ട് ആറിയിട്ടുണ്ട്. ഇനിയും ഇതൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം. താഴ്വശം കരിഞ്ഞിട്ടൊന്നുമില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് കേക്കാണ്, നല്ല മണം വരുന്നുണ്ട്, കാണാനും നല്ല ഭംഗിയുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്യാം.
കൊള്ളാം കേട്ടോ, കേക്ക് സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്.